നമ്മൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാ? ഒരാൾ ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലാൻ നേർച്ചയാക്കിയെന്നോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ശപഥം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? നമ്മൾ സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാറുണ്ട്, സ്വലാത്തുൽ നാരിയ ചൊല്ലാറുണ്ട്, സ്വലാത്തു തിബ്ബ് ചൊല്ലാറുണ്ട്. ഒരുപാട് സ്വലാത്തുകളുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്തും സലാമും പറഞ്ഞുകൊണ്ടുള്ള അനവധി സ്വലാത്തുകളുണ്ട്. പക്ഷെ ഏത് സ്വലാത്താണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്? ഏത് സ്വലാത്ത് ചൊല്ലിയാലാണ്, അങ്ങനെ ഒരാൾ ശപഥം ചെയ്താൽ അവൻ ഏത് സ്വലാത്താണ് ചൊല്ലേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ഏതാണെന്ന് പ്രിയമുള്ളവരെ ആർക്കെങ്കിലും അറിയോ ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത്? മഹാന്മാർ അതിനെക്കുറിച്ച് ഒരു ചർച്ച തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് എന്ന് പറയുന്നത് മഹാനരായ സയ്യിദ് യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബിലൊക്കെ എഴുതുന്ന ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതും അല്ലാത്തതുമായ സ്വലാത്ത് വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും തികവാർന്നത് അതേത് സ്വലാത്താണെന്ന് ചോദിച്ചാൽ അത് ധാരാളം ഹദീസുകളിൽ വന്ന സ്വലാത്തുണ്ട്. അത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തുർമുദിയിലുണ്ട്, നസായിയിലുണ്ട്, മുവത്തയിലുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ വന്ന ഒരു സ്വലാത്ത്, എല്ലാ ഗ്രന്ഥങ്ങളിലും റിപ്പോർട്ട് ചെയ്ത സ്വലാത്ത്. അതിൻ്റെ പദങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരുപാട് ഇമാമുകൾ റിപ്പോർട്ട് ചെയ്തത് അങ്ങനെയുള്ള ഒരു സ്വലാത്തുണ്ട്. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്ത് തന്നെയാണ്. ആ സ്വലാത്ത് വല്ലോനും അങ്ങനെ ഞാൻ അത് ചൊല്ലുന്ന കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലുന്ന വല്ലൊരുത്തനും കരുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഈ സ്വലാത്താണ് ചൊല്ലേണ്ടത് എന്ന് ഇമാം നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏത് സ്വലാത്താണെന്ന് ചോദിച്ചാൽ സ്വലാത്ത് ഇബ്രാഹിമിയാണ്. നമുക്കൊക്കെ അറിയുന്ന സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. അതിന് വലിയ ശ്രേഷ്ഠതയുണ്ട് സ്വലാത്ത് ഇബ്രാഹിമിയ. സ്വലാത്ത് ഇബ്രാഹിമിയ വല്ലവനും ഈ സ്വലാത്ത് ചൊല്ലിയാൽ അന്ത്യനാളിൽ സത്യസാക്ഷ്യം കൊണ്ട് അവന് ഞാൻ സാക്ഷ്യം നിൽക്കുന്നതാണ്, അവന് ഞാൻ ശുപാർശ ചെയ്യുന്നതുമാണ്. നമ്മൾ നിസ്കാരത്തിൽ ഓതുന്ന സ്വലാത്തില്ലേ, അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിലൊക്കെ നാം ആ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം. നിസ്കാരത്തിലെ ഈ സ്വലാത്ത് ചൊല്ലാനുള്ള കാരണം അത്രയും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആ സ്വലാത്ത് വന്നത് കൊണ്ടാണ്. അപ്പോൾ വേറെ ചില മഹാന്മാർ ഈ സ്വലാത്തിനെ കുറിച്ച്, സ്വലാത്ത് ഇബ്രാഹിമീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, സ്വലാത്ത് ഇബ്രാഹിമി ഏതെന്ന് മനസ്സിലായില്ലേ? നമുക്ക് അവസാനം ഒരുമിച്ച് ചൊല്ലണം കുറച്ച് ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് ഇബ്രാഹിമി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 1000 തവണ ആരെങ്കിലും ചൊല്ലിയാൽ തീർച്ചയായും അവൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതാണ് എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതേത് സ്വലാത്ത? സ്വലാത്ത് ഇബ്രാഹിമിയ. 1000 തവണ ആരെങ്കിലും സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലിയാൽ അവന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതാണ്. സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് സ്വഹാബാക്കൾ ഹബീബായ തങ്ങളോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് ചില വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ പെട്ട ഒരു വചനമാണ് ഈ സ്വലാത്ത് ഇബ്രാഹിമിയയിലുള്ള വചനം. അതുകൊണ്ടാണ് ഇത്രമേൽ ഇത് പ്രസിദ്ധമായത് എന്നൊക്കെ കിതാബുകളിൽ കാണാം. അപ്പൊ സ്വലാത്ത് ഇബ്രാഹിമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. മഹാനരായ ഇമാം ഷെഹറാനി തങ്ങള് അവിടുത്തെ കിതാബിൽ പറയുന്ന കേട്ട ഈ ധൃതിയിൽ സ്വലാത്ത് ചൊല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ധൃതിയിൽ ചൊല്ലുമ്പോഴും അക്ഷരങ്ങൾ നല്ല സ്ഫുടതയോടുകൂടെ ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ അർത്ഥങ്ങളൊക്കെ മാറുന്ന രൂപത്തിൽ സ്പീഡിൽ ചെല്ലാൻ പാടില്ല എന്നാണ്. ധൃതി ശരിക്ക് പൈശാചികതയിൽ നിന്നുള്ളതാണല്ലോ. അപ്പൊ സമയക്കുറവുള്ള സമയത്ത് സ്പീഡ് ചെല്ലാം. പക്ഷെ സ്പീഡ് ചൊല്ലുമ്പോൾ അക്ഷരങ്ങൾ എന്താക്കാൻ പാടില്ല, തെറ്റാൻ പാടില്ല, അർത്ഥങ്ങൾ മാറുന്ന രൂപത്തിൽ സാവധാനത്തിലും ക്രമത്തിലൊക്കെ സ്വലാത്ത് ചൊല്ലണം, നല്ല ഒഴുക്കോടുകൂടെ. സമയം കുറവാണെങ്കിൽ വേഗം ചെല്ലാം, പക്ഷെ അതിന്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഏത് സ്വലാത്ത് ചൊല്ലുകയാണെങ്കിലും അതിന്റെ തുടക്കത്തിലും അവസാനത്തിലും ഈ നല്ലൊരു പൂർണ്ണമായ കാമിലായ ഈ സ്വലാത്ത് ഇബ്രാഹിമിയ പോലെയുള്ള സ്വലാത്ത് ചൊല്ലല് നല്ല പുണ്യമുള്ള കാര്യമാണെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്വലാത്ത് ഏതൊരു സ്വലാത്ത് പതിവായി ചെല്ലുമ്പോൾ അതിന്റെ തുടക്കത്തിലൊക്കെ മഹാന്മാരുടെ ഒരു ശൈലി എങ്ങനെയെന്ന് വെച്ചാൽ, ഏതിപ്പോ സ്വലാത്തുൽ ഫാത്തിഹ അവർ ചൊല്ലുന്നുണ്ടെങ്കിൽ സ്വലാത്തുൽ ഫാത്തിഹിന്റെ തുടക്കത്തിൽ അവരെന്ത് ചെയ്യും, സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലും. അതേപോലെ തന്നെ അതിന്റെ അവസാനത്തിൽ അവര് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലും. അങ്ങനെ ഒരു പതിവ് മഹാന്മാർക്കുണ്ടായിരുന്നു. അപ്പോൾ ഏത് സ്വലാത്ത് ചൊല്ലുമ്പോഴും ആ സ്വലാത്തിന്റെ തുടക്കത്തിലും അതിന്റെ ഒടുക്കത്തിലൊക്കെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലല് ഒരു മഹാന്മാരൊക്കെ പലരും നിർദ്ദേശിക്കുന്ന ഒരു രൂപമാണ്. ഇമാം തഖിയുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നാവിന് വിശ്രമമില്ലാതെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാറുണ്ടായിരുന്നു. ആരാ? തഖിയുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്.
ഒരുപാട് കിതാബുകൾ എഴുതിയ വലിയ പണ്ഡിതനാണ് മഹാനരായ സുബക്കി ഇമാം. ആ സുബക്കി ഇമാം അവിടുത്തെ നാവിന് വിശ്രമമില്ലാതെ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലാറുണ്ടായിരുന്നു. സ്വലാത്ത് ഇബ്രാഹിമിയക്ക് അത്രയും ശ്രേഷ്ഠതയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലി നമുക്ക് നമ്മുടെ വിഷയങ്ങൾ റബ്ബിനോട് പറഞ്ഞു ദുആ ചെയ്യാം. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും കൂടെ ചൊല്ലുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ സ്വലാത്ത് ചൊല്ലണമെന്ന് ഒരാൾ ശബ്ദം ചെയ്യുന്നുവെങ്കിൽ അവൻ സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലണം. കാരണം അത്രമേൽ ശ്രേഷ്ഠമായ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. മാത്രമല്ല ഒരുപാട് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് ഇമാമുകൾ വളരെ കൃത്യമായി രേഖപ്പെടുത്തി അവർ പറഞ്ഞ സ്വലാത്താണ് സ്വലാത്ത് ഇബ്രാഹിമിയ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് തന്നെയാണ് നിസ്കാരത്തിന് ശേഷം നമ്മൾ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിന് ശേഷം നിസ്കാരത്തിൽ അത്തഹിയ്യാത്തിന് ശേഷം സ്വലാത്ത് ഇബ്രാഹിമിയാണ് ചൊല്ലാറുള്ളത്. അതേപോലെ തന്നെ സ്വലാത്ത് ഇബ്രാഹിമിയ 1000 തവണ പ്രത്യേകം മനസ്സിൽ കരുതി നിയ്യത്താക്കിയിട്ട് ചൊല്ലിയവർക്ക് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കുന്നതാണ്. അല്ലാഹു ഹബീബായ തങ്ങളെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ മനാമിൽ കൊണ്ടുവരാൻ നമ്മളിപ്പോൾ ചൊല്ലുന്ന ഈ സ്വലാത്ത് ഒരു കാരണമാക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വലാത്ത് ഇബ്രാഹിമിയ കുറഞ്ഞ തവണ ചൊല്ല. എല്ലാവരും കൂടെ ചൊല്ലൂലേ? ഇൻഷാ അല്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അർഹമർറാഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് ഇബ്രാഹിമിയ നീ ഖബൂലാക്കണം അല്ലാഹ്, നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളിപ്പോൾ കുറഞ്ഞ സമയം മാത്രമേ ചൊല്ലിയിട്ടുള്ളൂ. ഇനി ധാരാളം സമയം ഇതിന്റെ മഹത്വം അറിഞ്ഞ് ഞങ്ങൾ ചൊല്ലാനിരിക്കുകയാണ്. ഞങ്ങൾക്ക് നീ വലിയ ഖബൂൽ നൽകണം അല്ലാഹ്. സ്വലാത്ത് ഇബ്രാഹിമിയ ചൊല്ലിയവർക്ക് എന്തെല്ലാം മഹത്വങ്ങളുണ്ടോ സകലതും നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നീ സലാമത്ത് നൽകണം അല്ലാഹ്. വിഷമങ്ങളെല്ലാം തീർത്തു തരണം അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം അല്ലാഹ്. കടങ്ങൾ വീട്ടിത്തരണം റഹ്മാനെ. അപകട മരണങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് പ്രിയമുള്ള മുഅ്മിനീങ്ങൾ എല്ലാവരോടും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. പ്രത്യേകിച്ച്